സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പൈസക്കാരനാകാൻ പോവുകയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ബിസിനസ് ഒന്നല്ല, എന്നാലൊരു ബിസിനസ് എന്ന് പറയാം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു ഗ്യാരേജ്. അങ്ങനെ ഞാൻ ഇന്നൊരു ഗ്യാരേജ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്നും ബിസിനസ് ചെയ്യുന്നത് പോലെ തന്നെ കുറേ ബിസിനസ് സക്സസ് ആയ നമ്മളെ ബിസിനസ് ലാൻഡാണ് ഇത്. ഇവിടെ തന്നെയാണ് ഞാൻ ഇന്നും നമ്മളുടെ ഗ്യാരേജ് തുടങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീട് പോലെ ഒരു കൂട് പോലെ കെട്ടാൻ പോവുകയാണ്. സോ ഗൈസ്, ഫൈനലി ഞാൻ ദാ ഇവിടെ ഗ്യാരേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്യാരേജ്. അപ്പോൾ താൽക്കാലികമായിട്ടാണ് ഞാൻ ഈ ഗ്യാരേജ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയ സെറ്റപ്പാണ്. ഓക്കെ, ഇതിന് വലിയ ചിലവൊന്നായിട്ടില്ല, കാരണം ഇത് ഗെയിമല്ലേ. ഇനി നമുക്ക് നമ്മളെ ഗ്യാരേജിലോട്ട് ആൾക്കാർ വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളെ ഒന്നാമത്തെ കാർ ഇതാ നമ്മളെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏതാ കാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടും ഗൈസ്. റോൾസ് റോയ്സ് ഗൈസ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാ ഇതില് ഹുഡില്ല ഗൈസ്. അപ്പോൾ ഇതാ ഈ മുമ്പിലത്തെ ആ സാധനം ഫിക്സ് ചെയ്യണം. പിന്നെ നമ്മളെ കസ്റ്റമർ ഇതിൻ്റെ പെയിൻറ്റും കൂടി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് എന്താ ആക്കണമെന്ന് വെച്ചാൽ പച്ച കളർ പെയിൻ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പണിയിലോട്ടൊക്കെ പോവാം. ആദ്യം നമുക്കിതാ ഇതിൻ്റെ ബോണറ്റ് ഇതിൻ്റെ ഹുഡ് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഹുഡ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ ഇത് ഫിക്സ് ആക്കാൻ. ഹുഡ് അങ്ങനെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണം. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഈ ചുവപ്പ് കളർ അത്ര പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും കളർ മാറ്റി കൊടുക്കാം. സോ ഗൈസ്, നമ്മളിതാ കാറിനെ പച്ച കളറാക്കിയിട്ടുണ്ട്. ഇതിനേക്കാളും ഏതാ ചുവപ്പ് കളർ ആയിരുന്നു, പിന്നെ നമ്മളെ കസ്റ്റമറായി പോയില്ലേ. സോ ഗൈസ്, നമ്മളെ ഗ്യാരേജിലോട്ടൊക്കെ വീണ്ടും ഒരു വണ്ടി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്ന് വെച്ചാൽ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടിയാണ്. ഓക്കെ, ഞങ്ങൾക്ക് നമ്മളെ ബിസിനസ്സിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം അപ്പോൾ ഇതാരെ വണ്ടിയാണെന്ന്. ഈ വണ്ടി ഇങ്ങനെ കണ്ടാൽ ഇതിന് പ്രശ്നമില്ല, പക്ഷെ ഇതിന് ശരിക്കും നല്ല പ്രശ്നമുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടല്ലോ, ബാക്ക് ഡോർ ഇല്ലാത്തൊരു കാറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാക്ക് ഡോർ ഫിക്സ് ചെയ്യണം. ബാക്ക് ഡോർ മാത്രം ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കാനേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡോറൊക്കെ ഭയങ്കര ലൂസാന്നൊക്കെ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം ലൂസിൻ്റെ എക്സാമ്പിൾ. അയ്യോ, എന്താണ് ലൂസിൽ പോയാ? ഇതാ കണ്ടോളി, ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഡോറൊക്കെ ലൂസ്. ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഡോറൊക്കെ ഇതായി ഇത്രയും ലൂസാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമുക്ക് എന്തായാലും ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, നമ്മളെ ഗ്യാരേജിൽ അടുത്ത വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത വണ്ടി. അപ്പോൾ ഇത് എന്ത് വണ്ടിയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്ന ഒമ്നി. സോ ഗൈസ്, നമ്മളെ കസ്റ്റമറെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒമ്നി വനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നിങ്ങൾ എന്തിനാ ഈ ഒമ്നിയായ എന്നെ കാണുമ്പോൾ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്ന വാൻ എന്ന് പറയുന്നത്? അതെ, ഞങ്ങൾ നല്ല കാര്യം ചെയ്യാറുണ്ട്. അതെന്താന്ന് കമന്റ് ബോക്സിൽ ഇവർ പറഞ്ഞോളൂ. അല്ലേ ഗൈസ്? ഇപ്പോൾ ഇത് പുതിയ വണ്ടിയാണ് ഗൈസ്, പുതിയ വണ്ടി. അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട് ഗൈസ്. ഇനി എൻ്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മളുടെ കാറായ ഡിഫൻഡറിനെ മോഡിഫിക്കേഷൻ ചെയ്യണം ഗൈസ്. എൻ്റെ മനസ്സിൽ നല്ല ഒരു കാർ ഉണ്ട് ഗൈസ്, അപ്പം ഞാൻ അതാക്കി മാറ്റാം ഗൈസ്. അങ്ങനെ ബിസിനസ് ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ എൻ്റെ കാറിനെ അതിഗംഭീരമായി മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാൻ റെഡി ആയിക്കോ ഗൈസ്. 3, 2, 1. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ കാറിൻ്റെ അവസ്ഥ. ഇത് പൊള്ളി ലുക്കായിട്ടാ. ഇപ്പോൾ നമ്മളെ ബാക്കിലത്തെ ടയർ നോക്ക് ഗൈസ്. എൻ്റെ ഡ്രീം കാറായിരുന്നു ഗൈസ്. ഇത് ഓട്ടാൻ വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. വീണ്ടും കാണാം. ബൈ.